കെ.ജി. ദിനകർ ചേരുന്നു. ദിനകർ, 3 മലയാളികൾ മരിച്ചതായ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നു. അപകടത്തിൽപ്പെട്ടവരുടെ നില എങ്ങനെയാണ്? ഒപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ, തുടർ നടപടിക്രമങ്ങൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? വിശദാംശങ്ങളിലേക്ക്. പ്രജീഷ്, ആശുപത്രിയിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പരിക്കേറ്റവർക്കുള്ള ചികിത്സ അടിയന്തരമായി ലഭ്യമാക്കി കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നിന്നും ഒരു മെഡിക്കൽ സംഘം തിരുനെൽവേലിക്ക് തിരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ആവശ്യമായവർക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ. അവർക്ക് വേണ്ട ആംബുലൻസ് സംവിധാനവും ഏർപ്പെടുത്തിയതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിക്കുകയുണ്ടായി. ഇന്ന് രാവിലെ 6:05 നാടിനെ ഞെട്ടിച്ച അപകടം ഉണ്ടായത്. 10 പേരാണ് മരിച്ചത്. ഇതോടെ മരിച്ച മലയാളികൾ 3 പേരുടെ കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 പേർ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നത്. അത് കളക്ടറും ഇക്കാര്യം സ്ഥിരീകരിക്കുകയുണ്ടായി. വിഴിഞ്ഞം കൊച്ചുതുറ സുജിൻ 6 വയസ്സുകാരൻ, ചെറിയ തുറ സ്വദേശി ഷിജു, അതോടൊപ്പം കൊല്ലം സ്വദേശി മേരിനിഷ, മകൻ അൾട്രോയ് എന്നിവരും മരിച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ 2 ഗുജറാത്ത് സ്വദേശികളും 2 പേർ കന്യാകുമാരി സ്വദേശികളുമാണ് മരിച്ചവരിൽ ഉൾപ്പെടുന്നത്. അതോടൊപ്പം തന്നെ 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നും നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഉണ്ട്. വേളാങ്കണ്ണിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മീഡിയനിൽ ഇടിച്ച് ഡ്രൈവർ ഉറങ്ങിയതിനെ തുടർന്ന് മീഡിയനിൽ ഇടിച്ച് വാഹനം മറിയുകയായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ 5 പേരും മരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തിരുനെൽവേലി വള്ളിയൂർ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അപകടം നടന്നത്. പരിക്കേറ്റവരെ തിരുനെൽവേലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലുമായി ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും നെയ്യാറ്റിൻകര അഡീഷണൽ തഹസിൽദാർ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ IG മനോജ് എബ്രഹാമിനെ ഇതിൻ്റെ ഏകോപന ചുമതലയും സർക്കാർ ഏൽപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും മെഡിക്കൽ സംഘം തിരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആംബുലൻസും അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ആവശ്യമുള്ളവർക്ക് ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായിട്ടാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രജീഷ്, മരണസംഖ്യ ഒരു പക്ഷേ ഉയർന്നേക്കാനുള്ള സാധ്യത നേരത്തെ അവിടെ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോഴൊക്കെ തന്നെ അവിടെ ദൃക്സാക്ഷികളടക്കം പറയുന്നുണ്ട്. കാരണം വാഹനത്തിൻ്റെ കിടപ്പ് മാത്രമല്ല പരിക്കേറ്റവരുടെ നിലയൊക്കെ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ, നടുക്കുന്ന റിപ്പോർട്ടുകൾ ആശുപത്രിയിൽ നിന്നും വരുന്നുണ്ടോ? പ്രതീക്ഷ, മരണസംഖ്യ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ഗുരുതരമായി പരിക്കേറ്റവരുടെ 4 പേർ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയരും എന്ന ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുകയും ചെയ്യുന്നത്. വേളാങ്കണ്ണിയിൽ തീർത്ഥാടനത്തിന് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരത്ത് നിന്ന് 38 പേരാണ് യൂണിവേഴ്സൽ ട്രാവൽസിൽ അവിടേക്ക് തിരിച്ചിരുന്നത്. ഇതിൽ 12 പേർ മലയാളികൾ ഉണ്ട് എന്നാണ് തിരുവനന്തപുരത്തെ ട്രാവൽസ് ഉടമ, ട്രാവൽ ഏജൻസി നടത്തുന്ന യൂണിവേഴ്സൽ ട്രാവൽസിൻ്റെ വക്താക്കൾ വെളിപ്പെടുത്തുന്നത്. ഇതിൽ 3 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിനപ്പുറം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 5 മലയാളികൾ മരിച്ചിട്ടുണ്ട് എന്ന സൂചനകളുമാണ് നമുക്ക് ലഭിക്കുന്നത്. പേരുകൾ വെച്ചുകൊണ്ട് കൊല്ലം സ്വദേശികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. കൊല്ലം സ്വദേശി മേരിനിഷ, അതോടൊപ്പം തന്നെ മകൻ അൾട്രോയ് എന്നീ 2 പേരും മരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ 2 പേർ കന്യാകുമാരി സ്വദേശികളാണ്. ഇവരുടെ പേര് വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. അതോടൊപ്പം തന്നെ 2 ഗുജറാത്ത് സ്വദേശികളും മരിച്ചിട്ടുണ്ട്. ഇവരെ തിരിച്ചറിയുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പ്രജീഷ്, ഈ മലയാളികൾ ആയ ആളുകളൊക്കെ തന്നെ വേളാങ്കണ്ണിയിൽ നിന്നും അല്ലെങ്കിൽ തീർത്ഥാടനത്തിനുമായി ബന്ധപ്പെട്ട് വരുന്നവരായിരുന്നോ? പുതുച്ചേരിയിൽ നിന്ന് വാഹനം വന്ന വഴിക്ക് മലയാളികൾ ഏത് രീതിയിലാണ് ഇത്രത്തോളം ആളുകൾ മലയാളികൾ അവരുടെ യാത്ര ഏത് രീതിയിലായിരുന്നു? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ. പ്രജീഷ്, തിരുവനന്തപുരത്ത് നിന്നും പോണ്ടിച്ചേരിക്ക് പോയ വാഹനം തിരികെ വരുമ്പോൾ വേളാങ്കണ്ണിയിൽ നിന്നും ബുക്ക് ചെയ്ത് ഇവിടേക്ക് തിരുവനന്തപുരത്തേക്ക് എത്താനുള്ളവരായിരുന്നു ഇവർ. വേളാങ്കണ്ണിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുത്തിരുന്നവരായിരുന്നു, യാത്ര ബുക്ക് ചെയ്തിരുന്നവരായിരുന്നു ഇവർ. പരിക്കേറ്റവരിൽ വലിയതുറ സ്വദേശികൾ ഇവരാണ്. ഏലിയാമ്മ, പ്രിൻസി, സാജൻ, സോണി, നിതിമോൾ, നിവിൻ എന്നിവർ പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നു. അതോടൊപ്പം തന്നെ പരിക്കേറ്റ ഡ്രൈവറും അതോടൊപ്പം തന്നെ ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഡ്രൈവറുടെ കാലും കൈയും ഒക്കെ ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ട്. ഇവരെ MC ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഡ്രൈവറെയും ക്ലീനറെയും MC ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവർക്ക് കാര്യമായ പരിക്ക് ഏറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേക മെഡിക്കൽ സംഘം ഈ ആശുപത്രികളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വാഹനം അവിടെ നിന്നും ഉയർത്തി ഇത് സംബന്ധിച്ചുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അപകടം, കാരണം എന്ത് എന്നുള്ളത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
കൃത്യമായി ഒരു പക്ഷേ ദിനകർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഡ്രൈവറുടെ അശ്രദ്ധ അല്ലെങ്കിൽ ഉറങ്ങിപ്പോയത് ആണോ, പുലർച്ചെ ഉറങ്ങിപ്പോയതാണോ അപകടത്തിന് ഇടയാക്കിയത്? വ്യക്തമായ ഇത് പ്രാഥമികമായി ലഭിക്കുന്ന വിവരമാണെങ്കിൽ കൂടിയും ദൃക്സാക്ഷികളുടെയും പ്രാഥമിക റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. തീർച്ചയായും പ്രജീഷ്, ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുതന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരവും അതുതന്നെയാണ്. ഡ്രൈവർ ഉറങ്ങിയത് മൂലമാണ് അപകടം സംഭവിച്ചത്. മീഡിയനിലേക്ക് വാഹനം ഇടിച്ച് മറിയുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്നും വരുന്നത്. അതോടൊപ്പം തന്നെ രക്ഷപ്പെട്ടവർ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് ഇടയാക്കിയത് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഏതാണ്ട് പരിക്കേറ്റവർ 27 പേരാണ് പരിക്കേറ്റുള്ളത്. ഇവരെ നാഗർകോവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇതിൽ 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. പ്രജീഷ്, ഇതിനകർ നാഗർകോവിൽ മെഡിക്കൽ കോളേജിൽ പര്യാപ്തമായ വിദഗ്ധ ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങൾ ഉണ്ടോ? ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഏത് രീതിയിലാണ് ഡോക്ടർമാരുടെ ഇടപെടൽ, അവർ നൽകുന്ന വിവരങ്ങൾ, മറ്റ് വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇവരെ കേരളത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യ സ്ഥിതിയിലാണോ ഈ പരിക്കേറ്റവരടക്കം? പ്രജീഷ്, ഇവരിൽ ഗുരുതരാവസ്ഥയിലുള്ളവരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല. കാരണം അവരുടെ നില ഗുരുതരമായതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ പോലും ബന്ധുക്കൾ അത്തരത്തിൽ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ പോലും കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പരിക്കേറ്റവരെ ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയതായും മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ സർക്കാരും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ദിനകറിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ രാജ്കുമാർ, ഞങ്ങളുടെ കൊല്ലത്ത് നിന്നും കൊല്ലം പ്രതിനിധി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, കൊല്ലത്തു നിന്നുള്ള മരണപ്പെട്ട ആളുകൾ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ബന്ധുക്കളിൽ നിന്നുള്ള ലഭിക്കുന്ന വിശദാംശങ്ങൾ എങ്ങനെ? ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ, പ്രത്യേകിച്ച് ഇവരുടെ മരണപ്പെട്ട അവരുടെ ബന്ധുക്കൾ, അവരുടെ ഒപ്പം സഞ്ചരിച്ചിരുന്ന യാത്ര ചെയ്യുന്ന ആളുകൾ, ഇവരുടെയൊക്കെ തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? സജീഷ്, കൊല്ലം മൂതാക്കര ബിന്ദു സദനം ഈ വീട്ടിലെ 4 കുടുംബമാണ് കഴിഞ്ഞ 4-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് യൂണിവേഴ്സൽ ട്രാവൽസിൽ പോയത്. ഇവർ തിരിച്ച് മടങ്ങി വരുമ്പോഴാണ് അതിദാരുണമായ അപകടമുണ്ടായത്. ഈ വള്ളിയൂരിനടുത്തുള്ള സ്ഥലത്ത് വെച്ചാണ് അപകടമെന്ന് നമുക്കറിയാം. പുലർച്ചെ 5 മണിയോടുകൂടിയായിരുന്നു അപകടം സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് ബിജുവിന്റെ ഭാര്യ ലിഷ, 2 മക്കൾ, ഒന്ന് ആരൻ, ഒന്ന് ആൾറോയ്. ഇതില് ബിജുവിനും ആരനും പരിക്കുകൾ മാത്രമേ ഉള്ളൂ. അപകടത്തിൽ ബിജുവിന്റെ ഭാര്യ ലിഷ ബിജു, അതുപോലെ ഇളയ മകൻ ആൾറോയ് 1.5 വയസ്സുകാരൻ, ഇവർ 2 പേരുമാണ് മരിച്ചിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ പരിക്കുള്ള ബിജുവിനെയും അതുപോലെ തന്നെ ആരനെയും 2 പേരെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിലോ കിംസ് ആശുപത്രിയിലേക്കോ കൊണ്ടുപോകുമെന്നുള്ളതാണ് വിവരം അറിയിച്ചിട്ടുള്ളത്. മരിച്ച ലിഷയുടെയും മകൻ ആൾറോയ് 1.5 വയസ്സുകാരൻ ആൾറോയുടെയും മൃതശരീരം ഇപ്പോൾ തമിഴ്നാട് ആശുപത്രിയിലാണ് ഉള്ളത്. രാജ്കുമാർ, അപകടം ഒരുപക്ഷെ അവരുടെ ബന്ധുക്കളും ഒപ്പമുള്ളവരൊക്കെ പറയുന്നതനുസരിച്ച് ഏത് രീതിയിലായിരുന്നു അപകടത്തിന്റെ കൂടുതൽ നടക്കുന്ന വിശദാംശങ്ങളിലേക്ക്, ദൃക്സാക്ഷ്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ നൽകുന്ന വിശദീകരണം? ഇതില് അമിത വേഗത തന്നെയാണ്. ബിജു ഇവരുമായി ഫോണിൽ രാവിലെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ പറഞ്ഞത് അമിത വേഗത തന്നെയാണ് അപകടത്തിന് കാരണമായതെന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. ഇവര് അപകടത്തിൽ പെട്ടതിന് ശേഷം പിന്നെ അബോധാവസ്ഥയിലായിരുന്നു. പിന്നീട് ബോധം തെളിഞ്ഞതിന് ശേഷമാണ് ബന്ധുക്കളെ ഫോണിൽ വിവരം അറിയിക്കുന്നത്, ഇങ്ങനെ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പോഴും മരണവിവരം വീട്ടിൽ അറിയിച്ചിരുന്നില്ല. പിന്നീട് സുഹൃത്തുക്കൾ ബിജുവിനെ ബന്ധപ്പെട്ടപ്പോൾ മാത്രമാണ് അപകട വിവരവും അതില് മരണങ്ങൾ സംഭവിച്ച വിവരവും ഇവിടെ കൊല്ലത്ത് വീട്ടിൽ അറിയുന്നത്. ഇപ്പോൾ മൂതാക്കര പ്രദേശമാകെ ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ്. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒരു വലിയ നിര തന്നെ വീട്ടിലേക്ക് ഒഴുകി വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു വലിയ സംഘം തന്നെ ഇവിടെ ബിജുവിന്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും തമിഴ്നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം അവിടെ എത്തും. അതിനുശേഷമായിരിക്കും മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. എപ്പോഴായിരിക്കും ഒരു പക്ഷേ കൊണ്ടുവരാൻ കഴിയുക സംബന്ധിച്ചൊക്കെ നടപടിക്രമങ്ങൾ ദീർഘമായി തന്നെ പോകാനുള്ള, ഇന്ന് തന്നെ അവരുടെ മൃതദേഹം എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണോ?
ഇതില് പല മൃതശരീരങ്ങളും പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലല്ല. പലതും നമുക്കറിയാവുന്ന പോലെ ചിന്നിച്ചിതറിയ നിലയിലാണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം എന്നുള്ളതൊരു സാങ്കേതികം മാത്രമായിരിക്കും. ഇവരുടെ മൃതശരീരം എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഇതിനുശേഷം നടപടികൾക്ക് ശേഷം വൈകിട്ടോടുകൂടി കൊല്ലത്തേക്ക് എത്തിക്കുന്നതാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. നാളെയോ മറ്റന്നാളോ ആയിരിക്കും ഈ രണ്ടുപേരുടെയും സംസ്കാരം. അതേസമയം ലിഷ കന്യാകുമാരി സ്വദേശിനിയാണ്. ലിഷയെ ബിജു കൊല്ലത്തേക്ക് വിവാഹം ചെയ്ത് കൊണ്ടുവരികയായിരുന്നു. അതുകൊണ്ട് ലിഷയുടെ മൃതശരീരം ഒരുപക്ഷെ കന്യാകുമാരിയിൽ സംസ്കരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. രാജ്കുമാർ ആണ് വിശദാംശങ്ങൾ, കൂടുതൽ വിശദാംശങ്ങൾ, പുതുതായ വിവരങ്ങൾ തേടുക. KG ദിനകറിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ദിനകർ, പുതുതായി എന്തെങ്കിലും വിവരങ്ങൾ, വിശദാംശങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുമോ? കാരണം സാങ്കേതികത്വങ്ങൾ ഇനി നേരത്തെ രാജ്കുമാർ സൂചിപ്പിച്ചതുപോലെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്കും അതിൻ്റെ മറ്റ് തുടർ നടപടികളിലേക്കൊക്കെ തന്നെ കടക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ പരിക്കേറ്റവരെ അവരുടെ സ്ഥിതി അതാണ് ഏറ്റവും. പക്ഷേ ബാക്കിയുള്ള ആളുകൾ ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരിൽ കുട്ടികളടക്കം എത്ര പേരാണുള്ളത്? അവരുടെയൊക്കെ തന്നെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചാൽ. പ്രജീഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 28 പേരാണ് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നത്. ഇവരിൽ എത്ര പേർ മലയാളികൾ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് ഇപ്പോഴും കൃത്യമായ ഒരു വിവരം ലഭ്യമായിട്ടില്ല. അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. എങ്കിലും ട്രാവൽസിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് 12 പേർ തിരുവനന്തപുരത്തേക്ക്, 12 മലയാളികൾ തിരുവനന്തപുരത്തേക്ക് ഇതിൽ ബുക്ക് ചെയ്തിരുന്നു എന്നാണ് നമുക്ക്, യാത്രയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതനുസരിച്ച് ഇനിയും ഏതാണ്ട് 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരിൽ ചിലരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയും ചെയ്യുന്നു. പരിക്കേറ്റ വലിയതുറ സ്വദേശികൾ ഏലിയാമ്മ, പ്രിൻസി, സാജൻ, സോണി, അതോടൊപ്പം നിതിമോൾ, നിവിൻ എന്നിവരാണ് പരിക്കേറ്റ 6 പേർ. ഇവരിൽ ചിലരുടെ 1-2 പേരുടെ നില ഗുരുതരമാണ് എന്ന് ചില വാർത്തകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഡ്രൈവർക്കും ക്ലീനർക്കും ഗുരുതരം പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ കൈകാലുകൾ ഒടിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മരിച്ചവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കുമോ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു പക്ഷേ വൈകുന്നേരത്തോടുകൂടി അല്ലെങ്കിൽ രാത്രിയോടുകൂടി മൃതദേഹം ഒരു പക്ഷേ തിരുവനന്തപുരത്തേക്ക് എത്തിക്കും മരിച്ചവരുടെ, അതോടൊപ്പം തന്നെ കൊല്ലത്തേക്കും എത്തിക്കാൻ കഴിയും. അതിനുവേണ്ട പ്രത്യേക സംവിധാനങ്ങളൊക്കെയും സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നു. പ്രജീഷ്, ദിനകർ, പറയുന്ന ട്രാവൽ ഏജൻസി വിട്ട വാഹനം, അവിടെ അവരയച്ച ഡ്രൈവറുടെ പരിചയ സമ്പത്തൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ, കാരണം ഈ മേഖലയിൽ, കാരണം രാത്രികാലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഡ്രൈവ് ചെയ്ത് വരുന്ന ഒരു പതിവുള്ള ഒരു വ്യക്തി, അതോ പുതിയ ആളിനെ പകരം ഏർപ്പെടുത്തി അങ്ങനെ എന്തെങ്കിലും ഒരു അസ്വാഭാവികത ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെടുമ്പോൾ അവർ നൽകുന്ന വിവരങ്ങൾ. ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്: വാഹനം അമിത സ്പീഡിലായിരുന്നില്ല, മറിച്ച് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നാണ് അവർക്ക് ലഭിക്കുന്ന വിവരമെന്ന് അവർ വ്യക്തമാക്കുന്നു. പരിചയസമ്പത്തുള്ള ഡ്രൈവർ തന്നെയായിരുന്നു ബസ് ഡ്രൈവ് ചെയ്തിരുന്നത് എന്നും അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സ്ഥിരമായി ഈ ബസ് ഓടിച്ചിരുന്ന വ്യക്തി തന്നെയാണ് ഇത് എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അത്തരം കാര്യങ്ങളൊക്കെയും കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് കൂടുതൽ കൃത്യതയോടുകൂടി പറയാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിക്കേറ്റവരെ, ഒരു പക്ഷേ പരിക്കേറ്റ മലയാളികളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തലസ്ഥാന നഗരിയിലെ മികച്ച സ്വകാര്യ ആശുപത്രിയിലേക്കോ കൊണ്ടുവരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പരിക്കേറ്റ അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കൾ തിരുനെൽവേലിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്നും അതോടൊപ്പം തന്നെ കൊല്ലത്തു നിന്നും ബന്ധുക്കൾ അവിടേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങളിലൊക്കെയും ഒരു തീരുമാനം ഉണ്ടാവുക. പ്രജീഷ്, തമിഴ്നാട്, കേരളം ആളുകളെ കൂടാതെ, യാത്രക്കാരെ കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആളുകളും ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരിച്ചവരിൽ 2 പേർ കന്യാകുമാരി സ്വദേശികളും അതോടൊപ്പം തന്നെ 2 പേർ ഗുജറാത്ത് സ്വദേശികളുമാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. കാരണം ഏതൊക്കെ സംസ്ഥാനത്തു നിന്നുള്ള, മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള ആരൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരം ഇപ്പോഴും കൂടുതൽ അറിവായിട്ടില്ല. അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരുന്നതേയുള്ളൂ. മലയാളികൾ 12 പേർ ഉണ്ടായിരുന്നു എന്നാണ് ട്രാവൽസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രത്യേക മെഡിക്കൽ സംഘം യാത്ര തിരിച്ചു കഴിഞ്ഞു. അവർ പ്രധാനമായും ഒരുപക്ഷെ ഫോക്കസ് ചെയ്യുന്നത് അവിടെ ലഭിക്കുന്ന ചികിത്സ പര്യാപ്തമല്ല എന്നൊരു ബോധ്യത്തോടു കൂടിയാണോ ഇപ്പോൾ പുതിയ സംഘത്തെ, കേരളം പ്രത്യേക സംഘത്തെ അയച്ചിരിക്കുന്നത്?
തീർച്ചയായും പ്രജീഷ്, പ്രത്യേക സംഘത്തെ ഇവിടെ നിന്നും അയച്ചിട്ടുണ്ട്. കൃത്യമായ ചികിത്സ അല്ലെങ്കിൽ ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുക, അല്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ നിന്നും ഇവിടേക്ക് പരിക്കേറ്റവരെ കൊണ്ടുവരേണ്ടതുണ്ട് എങ്കിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായിട്ടാണ് മെഡിക്കൽ സംഘം അവിടേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. അവരെ ഇവിടേക്ക് പരിക്കേറ്റവരെ ഇവിടേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എങ്കിൽ, അത്തരത്തിൽ ബന്ധുക്കൾ ആവശ്യപ്പെടുകയാണ് എങ്കിൽ തീർച്ചയായും അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി തന്നെയാണ് മെഡിക്കൽ സംഘം ഇവിടെ നിന്നും തിരുനെൽവേലിക്ക് തിരിച്ചിരിക്കുന്നത്. പ്രജീഷ്, ബസ് ദുരന്തത്തിൽ 3 മലയാളികൾ മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നു. 10 മരണമാണിപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 33 പേരുടെ നില, അതിൽ ചിലരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് രാജ്കുമാറും ഒപ്പം തന്നെ ദിനകറും നൽകിയത്.